അവന്റെ കുടുംബ ജീവിതത്തെ തകർത്തുകൊണ്ടിരിക്കും. ഇത് പറയുമ്പോൾ ഞാൻ എന്റെ ഒരു സാക്ഷ്യം കൂടി പറയുവാനായിട്ട് ആഗ്രഹിക്കാം. എന്റെ പേര് രാധാകൃഷ്ണൻ. എന്റെ ഭവനം കൊല്ലകടവ് സഞ്ജീവനി ഹോസ്പിറ്റലിന് കിഴക്ക് വശത്തായിട്ടാണ്. എന്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 5 മക്കളാണ്. അതിലെ 2ാമത്തെ മകനായിട്ടാണ് ഞാൻ ജനിച്ചത്. വളരെ ചെറുപ്പം മുതലേ കൈ അഭ്യാസത്തോടൊക്കെ വളരെ താല്പര്യമുള്ള വ്യക്തിയായതുകൊണ്ട് പല ആശ്രമങ്ങളിലേക്ക് അഭ്യാസം പഠിക്കുന്ന പല കേസിലും പ്രതിയാണ്. ദിവസം രാവിലെ 8 മണിക്ക് സ്റ്റേഷനിൽ ചെന്ന് ഒപ്പിട്ടതിന് ശേഷമേ എന്റെ ജോലി കാര്യങ്ങൾക്ക് ഞാൻ പോവുകയുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു രോഗം ഉള്ളതായിട്ട്. അതിനുവേണ്ടി പല ഡോക്ടർമാരെ ഞാൻ സമീപിച്ചു, പല മരുന്നുകൾ ഞാൻ കഴിച്ചു. എന്നാൽ എനിക്കിതിൽ നിന്ന് ഒരു സൗഖ്യം ലഭിച്ചു. ആകെ നിരാശനായ ഞാൻ നല്ല ഒരു ജീവിതം ആഗ്രഹിച്ച സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ 1990 ഞാൻ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിക്കുവാനായിട്ട് 1 വർഷം വരെ വലിയ കുഴപ്പമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട്. എനിക്കൊരു മകൾ ജനിച്ചു. അങ്ങനെ വീണ്ടും പഴയ സ്വഭാവത്തിലേക്ക് എന്റെ ജീവിതം മാറി. അങ്ങനെ 1 വയസ്സുള്ള എന്റെ മകളെയും എന്റെ ഭാര്യയെയും വളരെ മൃഗീയമാക്കാൻ വർദ്ധിച്ചു. അങ്ങനെ എന്റെ വീട്ടുകാർ എന്നെ ആലപ്പുഴ വല്ലാരം മെഡിക്കൽ കോളേജിൽ സെല്ലിലേക്ക് എന്റെ ഭാര്യയെയും മകളെയും അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുകയും ചെയ്തു. ചില ദിവസം കഴിഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിൽ എന്റെ വരുമ്പോൾ എന്റെ ഭാര്യയെയും മകളെയും കാണാനില്ല. അങ്ങനെ ഞാൻ എന്റെ വീട്ടുകാരോട് തിരക്കിയപ്പോൾ അവർ പറഞ്ഞു അവരെ അവിടെ വീട്ടിൽ കൊണ്ടുവന്ന് വിട്ടത്. ഞാൻ അങ്ങനെ എന്റെ ഭാര്യ വീട്ടിൽ കറങ്ങി ചെന്നു. പക്ഷെ അവരെന്നെ അവിടെ കയറ്റിയില്ല, അവിടെ നിറക്കി. അങ്ങനെ വീണ്ടും സമനില തെറ്റിയ ഞാൻ കൊഴിവല്ലൂർ സ്റ്റേഷനിൽ ചെന്ന് ചില ദിവസം കടന്നു. ഇപ്പോഴത്തെ മന്ത്രിയായിരിക്കുന്ന സഖാവ് സജി ചെറിയാനും CPM-ന്റെ സഖാക്കളായിട്ടുള്ള ചില സഖാക്കൾ ചേർന്ന് എനിക്ക് ഭക്ഷണം തരികയും എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി തുടർന്ന് കൊഴിവല്ലൂർ കോളനി എന്ന് പറയുന്ന ഒരു കോളനിയിൽ എനിക്ക് സ്ഥലം തരികയും അവിടെ ഒരു ഷെഡ് വെച്ചുകൊണ്ട് എന്നെ അവിടെ താമസിപ്പിക്കുകയും ഇടയായിട്ട്. അങ്ങനെ എനിക്ക് 2ാമത് ഒരു മകൾ കൂടി ജനിച്ചു. അങ്ങനെ ഞാൻ മുളക്കുഴ DYFIയുടെ സെക്രട്ടറിയും CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി മെമ്പറും CIT യൂണിയന്റെ വാർഡ് മെമ്പറുമായിട്ട് 30 വർഷക്കാലം CPM-ൽ പ്രവർത്തിച്ച ഒരു സഖാവ് കൂടിയാണ്. ഈ സന്ദർഭങ്ങളിലൊന്നും എന്റെ മദ്യപാനത്തിൽ നിന്നോ എന്റെ മയക്കുമരുന്നുപയോഗത്തിൽ നിന്നോ എനിക്കൊരു വിടുതലോ സൗഖ്യമോ എനിക്ക് ലഭിച്ചു. അങ്ങനെ ആകെ നിരാശനായ ഞാൻ എന്റെ 2 മക്കളും ഭാര്യയുമായി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനിരുന്ന പല സന്ദർഭങ്ങൾ എന്റെ ജീവിതത്തിൽ ഉണ്ടായി. അങ്ങനെ 2001 ഈ ക്രിസ്തുവിനെ എനിക്ക് അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്റെ കയ്യിൽ ഒരു ബൈബിൾ ലഭിച്ചു. അത് ഞാൻ വായിച്ചപ്പോൾ അതിനകത്ത് സൗഖ്യം കൊടുക്കുന്ന ഒരു യേശുവിനെ പറ്റി എനിക്ക് വായിക്കുവാൻ കഴിഞ്ഞു. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കിയ ഒരു യേശു, കുടിയർക്ക് കാഴ്ച കൊടുത്ത ഒരു യേശു, മുടന്തരെ നടത്തുമാറാക്കിയ ഒരു യേശു, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ച ഒരു യേശു, അങ്ങനെ സൗഖ്യം കൊടുക്കുന്ന ഒരു യേശുവിനെ പറ്റി എനിക്ക് ബൈബിളിൽ വായിക്കുവാൻ. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് സൗഖ്യം കൊടുക്കുന്ന ഒരു യേശുവാണെന്ന് എനിക്ക് ബൈബിളിൽ വായിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ എനിക്ക് ഒരു സൗഖ്യം തന്നാൽ തെരുവിൽ
നടുറോഡിലിറങ്ങി ഈ കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ വിളിച്ചു പറയാം എന്നെടുത്ത തീരുമാനമാണ്. ദേശത്ത് വന്ന് ഇങ്ങനൊരു സുവിശേഷം സാക്ഷ്യം പറയുവാൻ ഇടയായിത്തീർന്നു. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരങ്ങളെ, ഈ കർത്താവിനെ വിളിച്ചു. അത് മാത്രവുമല്ല, ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ വായിച്ചപ്പോൾ അനുഗ്രഹിക്കുന്ന യേശുവിനെ പറ്റി എനിക്ക് ബൈബിളിൽ വായിക്കുവാൻ കഴിയും. അഞ്ചപ്പോൾ കൊണ്ട് 5000 പേരെ മോക്ഷിപ്പിച്ച യേശു, ഒഴിയ പടല് നിറച്ചു കൊടുത്തു വിട്ട യേശു, അങ്ങനെ അനുഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന യേശുവിനെ പറ്റി എനിക്ക് ബൈബിൾ വായിക്കുവാൻ കഴിയും. അങ്ങനെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, അങ്ങ് സൗഖ്യം മാത്രം കൊടുക്കുന്ന ഒരു യേശു എന്നല്ല ബൈബിളിൽ വായിക്കുന്നത്, അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണെന്ന് ബൈബിളിൽ വായിക്കുവാൻ കഴിയും. അങ്ങനെയെങ്കിൽ എന്നെയും എന്റെ തലമുറയും ഒന്ന് അനുഗ്രഹിക്കും. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരങ്ങളെ, പ്രിയ പിതാവേ, പ്രിയ മാതാവേ, ഞാൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, എനിക്ക് 2 പെൺമക്കളായി. ആരുടെയും ഒരാശ്രയം. പല സന്ദർഭങ്ങളിലും ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ വളർത്തും, അവർക്ക് എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കും എന്നൊക്കെ ചിന്തിച്ചിരുന്ന അവസരം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. എന്നാൽ കൃപയാ ഇന്നെന്റെ മൂത്ത മകൾ BSc നഴ്സിംഗ് കഴിഞ്ഞ് സൗദിയുടെ പ്രദേശത്ത് കിങ് ഫൈസൽ മിനിസ്ട്രി ഹോസ്പിറ്റലില് 11 വർഷമായിട്ട് വർക്ക് ചെയ്യും. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഭാഗം നടക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കും. ഇളയ മകളും BSc നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കും. അത് മാത്രവുമല്ല, ഞങ്ങളെ കോളനിയിൽ മാറ്റി അരീക്കരെ സെന്റ് ജോർജ് സ്കൂളിലെടുത്ത് അല്പസ്ഥലം വായിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭവനം പണിയുവാൻ ഇന്ന് സന്തോഷത്തോടെ സമാധാനത്തോടെ ഞങ്ങൾക്ക് അവിടെ ജീവിക്കുവാൻ ദൈവം സഹായിക്കും. പ്രിയ സ്നേഹിത, പ്രിയ സഹോദരങ്ങളെ, ഒരു കാലത്ത് ഒരു വിഷു വന്നാൽ എന്റെ വീട്ടിൽ സമാധാനമില്ല, ഒരു ഓണം വന്നാൽ എന്റെ വീട്ടിൽ സമാധാനമില്ല, ഒരു ക്രിസ്മസ് വന്നാൽ എന്റെ വീട്ടിൽ സമാധാനമില്ല. കാരണം മദ്യം, മയക്കുമരുന്ന് എന്റെ കുടുംബ ജീവിതത്തെ തകർക്കും. ഒരു കാലം കരുപ്പിന് ഓർക്കുന്നു, ഒരു കാലത്ത് ഒരു വിഷുവിന് എന്റെ ഈ മദ്യം വായിക്കുവാൻ കാശ്, ഞാൻ എന്റെ ഭാര്യയുടെ കഴുത്തിൽ കിടന്ന കെട്ടുതാലി കൊല്ലകടവ് ഷാപ്പിൽ കൊടുത്ത് മദ്യപിച്ച ഒരു വ്യക്തിയാണ്. എന്നാൽ ഈ കർത്താവിനെ അറിഞ്ഞപ്പോൾ എന്റെ ഭാര്യയ്ക്ക് സന്തോഷമുണ്ട്, എന്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനമുണ്ട്, എന്റെ നാട്ടുകാർക്ക് സമാധാനമുണ്ട്. ഒരു കാലത്ത് വീട്ടുകാർക്കും നാട്ടുകാർക്കും എന്ന് പോലീസുകാർക്ക് വരെ തലമുറയായി ജീവിച്ച ഒരു വ്യക്തിയായി. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു എന്റെ ഹൃദയത്തിൽ വന്നപ്പോൾ എനിക്കൊരു മനസ്സ്, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവരെ കരുതുവാൻ ദൈവം എന്നെ സഹായിച്ചുകൊണ്ട് ഇരിക്കും. ഇന്ന് ഞങ്ങൾ 25 വർഷമായി കൊഴുവല്ലോ IPC എവറേസ്റ്റ് ചർച്ചില് ആരാധിച്ചു പോരും. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയും, മറ്റൊരുത്തരിലും രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു ക്രിസ്തുവിന്റെ നാമമല്ല മറ്റൊരു നാമം ഇല്ലേ ഇല്ല. പ്രിയ സ്നേഹിത, ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയും, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും വായുവിനോടെ എല്ലാവരും എന്റെ അടുക്കലേക്ക് വരും, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ദൈവം വിളിച്ചു പറയും. പ്രിയ സ്നേഹിതരെ, പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം ഇപ്രകാരം, ആരെങ്കിലും എന്റെ വചനം കേട്ട് ആ ഹൃദയവാതിൽ ഒന്ന് തുറന്നിരുന്നു, ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കുമെന്ന് ദൈവം വിളിച്ചു.